ഈ 80s-ലും 90s-ലും ഒക്കെ കണ്ടിട്ടുള്ള മോഹൻലാലിന് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രത്തെ 2000-ന് ശേഷം അദ്ദേഹം അവതരിപ്പിച്ചൊരു സിനിമ. അതായിരുന്നു 2006-ൽ പുറത്തിറങ്ങിയ വടക്കും നാഥൻ. ചെറുപ്പത്തിൽ ഈ സിനിമ കാണുമ്പോൾ അതിലെ നായക കഥാപാത്രവുമായി ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണമില്ലാതെ ചുറ്റുമുള്ളവരോട് അൺകൺട്രോൾഡായി ദേഷ്യപ്പെടുന്ന ഒരാൾ, അതായിരുന്നു നായകൻ. അതും ആരോടാണ് ദേഷ്യപ്പെടുന്നത്? അത്രയും സ്നേഹനീതിയായ കുടുംബാംഗങ്ങളോട്. സോ അന്നതെനിക്കൊരു പ്രോബ്ലമാറ്റിക് നായകനായിരുന്നു. എന്നാൽ കാലം കുറെ കഴിഞ്ഞ് സിനിമ വീണ്ടും കാണുമ്പോൾ സിനിമയിൽ പറയുന്ന സംഭാഷണങ്ങൾ കൃത്യമായി മനസ്സിലാവുന്നൊരു പ്രായമെത്തിയാൽ നമ്മൾ തിരിച്ചറിയും പ്രശ്നം ശരിക്കും നായകന്റെ ഭാഗത്തായിരുന്നില്ല. തന്റെ കണ്ടീഷൻ തിരിച്ചറിയുന്ന നായകൻ ഇതുപോലെ തുടർന്നാൽ ഇനിയും ആളുകളെ വിഷമിപ്പിക്കേണ്ടി വരും എന്ന് കരുതി സ്വയം നാടുവിടുകയാണ്. എന്നാൽ അവിടെ വെച്ച് ഇയാളുടെ വീട്ടുകാർ ഇയാളെ നിർബന്ധിതമായി തിരിച്ചു കൊണ്ടുവരികയാണ്. അതും വീട്ടുകാരുടെ ഒറ്റ വിളിയിൽ നായകൻ തിരിച്ചു വരാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ സ്വന്തം അമ്മ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം കണ്ടതുകൊണ്ട് നായകൻ ഇടപെടേണ്ടി വരികയും തന്മൂലം അവരുടെ കൂടെ തിരിച്ചു വരേണ്ടി വരികയും ചെയ്യുന്നു. നാട്ടിലെത്തിച്ച ശേഷം വീട്ടുകാർ പഴയ വീർപ്പുമുട്ടിക്കൽ തുടരുന്നു. എന്നാൽ മുഴുവൻ തെറ്റും വീട്ടുകാരുടെ ഭാഗത്താണോ? അതുമല്ല, മറിച്ച് തന്റെ യഥാർത്ഥ പ്രശ്നം വീട്ടുകാരുമായി നായകനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയതാണ് ഇവിടുത്തെ വില്ലൻ. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം. കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്? 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്.